ചുമ്മാതാണോ 1060 വോട്ടുകൾക്ക് ബാലഗോപാൽ ജയിച്ചത്? പോലീസുകാരെ വരെ വിരട്ടാനും ഭീഷണിപ്പെടുത്താനും ഉപയോഗിച്ചെന്നാണ് അന്ന് ചില കോൺഗ്രസ്സുകാർ പങ്കുവച്ചത്. പക്ഷെ അത് പ്രത്യേകിച്ച് ആരും ഗൗനിച്ചില്ല. ഇപ്പോൾ അവരെക്കുറിച്ച് വിശദമായ അന്വേഷണം തന്നെ പ്രഖ്യാപിച്ചപ്പോൾ കേട്ടത് തെറ്റല്ലെന്ന് നമുക്ക് ഊഹിക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിലെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് വേണ്ടി കൊല്ലം റൂറൽ പോലീസിലെ 4 ഉദ്യോഗസ്ഥരാണ് രാഷ്ട്രീയ പ്രചാരണം നടത്തിയതെന്ന് പരാതി വന്നത്. അതിനെക്കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത്. ഇടത് സംഘടനാ ഭാരവാഹികളായ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചെന്നും വിശദമായ അന്വേഷണത്തിന് DYSPയെ ചുമതലപ്പെടുത്തിയെന്നുമാണ് കൊല്ലം റൂറൽ SP ഷാജി സുഗുണൻ അറിയിച്ചത്. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസ് സംഘടനാ ഭാരവാഹികളായ നജീം, സുജിത്ത്, ചിന്തു, ശിവേഷ് എന്നിവർക്കെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. ഇടത് സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്ന വീഡിയോയാണ് ബാലഗോപാലിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിനായി വ്യാപകമായി ഉപയോഗിച്ചത്. എന്നാൽ ഈ വീഡിയോ പോലീസ് അസോസിയേഷൻ്റെ ജില്ലാ സമ്മേളനത്തോട് അനുബന്ധിച്ച് തയ്യാറാക്കിയതാണെന്നും ഇതിലെ ഭാഗങ്ങൾ തങ്ങളുടെ അനുമതിയില്ലാതെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചെന്നുമാണ് അസോസിയേഷൻ ഭാരവാഹികളുടെ പ്രതികരണം. മാത്രമല്ല, ഇവരുടെ വോട്ടുപിടുത്തത്തെക്കുറിച്ച് കൃത്യമായ തെളിവുകളും വീഡിയോകളും ഉണ്ടെന്നാണ് സഹപ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും അന്വേഷണം നടക്കട്ടെ. കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കുകയും വേണം. ബാലഗോപാൽ ജയിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോഴും കൊട്ടാരക്കരക്കാർക്ക് അതിശയമാണ്. അവർ പരസ്പരം ചോദിക്കുന്നു. അവർക്ക് അത്ഭുതമാണ് ബാലഗോപാലിൻ്റെ വിജയം. 5 വർഷം MLAയും ധനകാര്യ മന്ത്രിയുമായിരുന്ന ബാലഗോപാൽ ഇല്ലാത്ത വികസനങ്ങളുടെ പേരിൽ തട്ടിക്കൂട്ടിയ PR വർക്കിൻ്റെ പിൻബലത്തിലാണ് വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണം നടത്തിയ കാര്യങ്ങളിൽ ഇനിയെങ്കിലും ഒരു തുറന്ന ചർച്ച വേണം. കഴിഞ്ഞ 5 വർഷം ചെയ്ത കാര്യങ്ങൾ കൊട്ടാരക്കരയിലെ വോട്ടർമാരോട് തുറന്നു പറയണം. മാത്രമല്ല, ചൂണ്ടിക്കാട്ടുകയും വേണം. പറച്ചിൽ മാത്രമല്ല, പറച്ചിലൊക്കെ ഒരുപാട് കേട്ടതാണ്. തൊട്ട് കാണിക്കണം. അങ്ങനെയാണ് വേണ്ടത്. വെറുതെ ഒരു MLA ആയിരുന്നില്ല ബാലഗോപാൽ. മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ആ സർക്കാരിലെ രണ്ടാമനായിരുന്നു. ഒരുപാട് പ്രതീക്ഷയായിരുന്നു കൊട്ടാരക്കരക്കാർക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർക്കൊക്കെ മനസ്സിലായി ഗുണനിലവാരം.